ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഇക്വേഷൻസ്, മിററുമായി ബന്ധപ്പെട്ട ലെൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്തത് ലെൻസുമായി ബന്ധപ്പെട്ട പവർ. പ്രത്യേകിച്ച് ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ നല്ലോണം യൂസ് ചെയ്യണതാണ്. നമ്മുടെ കണ്ണടയുടെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് നല്ല പവറാണ് എന്നൊക്കെ പറയും. പവറിനെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ആ പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. പവർ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പവർ എന്താ? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. അവിടെ കണ്ടീഷൻ ഉണ്ട് ഇൻ മീറ്റർ. ഫോക്കൽ ലെങ്ത് വിൽ ബി ഇൻ മീറ്റർ. ഇത് എപ്പോഴും തെറ്റിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ പ്രത്യേകം ഓർക്കുന്നത് പവർ P is equal to 1/f. വളരെ സിമ്പിളാണ്. മറ്റേ ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമമാണ് പവർ അവിടെ. പക്ഷെ ഫോക്കസ് ദൂരം മീറ്ററിലായിരിക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം തരുമ്പോൾ സെന്റിമീറ്ററിൽ തരും. നമ്മൾ അതേപടി അതിന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം എടുക്കും. അപ്പോൾ ഉത്തരം തെറ്റും. അപ്പോൾ എപ്പോഴും സെന്റിമീറ്ററിലാണ് തന്നേക്കണം എന്ന് വെച്ചാൽ അതിനെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം പവർ കാണാൻ. അവിടെ അപ്പോൾ അവിടെ യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ. അതും ഓർക്കണം, അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ പവർ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ടാവും, അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്തില്ല, നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് 25 സെന്റിമീറ്റർ. പിന്നെ ഓർക്കേണ്ട കാര്യം, പവർ കോൺവെക്സിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺവെക്സില് പവർ പോസിറ്റീവ് ആവും, കോൺകേവില് പവർ നെഗറ്റീവ് ആവും. അപ്പോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് +25 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. അപ്പൊ എപ്പോഴും വാല്യൂസ് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. അതിനുശേഷം യൂണിറ്റ് ആ ശീലം ഉണ്ടായിരിക്കണം. എപ്പോഴും പറയുന്നതാണ്. ഓർഡിനറി എന്ത് ചെയ്യണം? 100. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. 25 ഡിവൈഡഡ് ബൈ 100, അതാണ് മീറ്റർ. ഇനി P is equal to വരും. P is equal to 1/f ആണ്. ഇതിന്റെ വ്യുൽക്രമം. അപ്പൊ എത്ര? 100 ഡിവൈഡഡ് ബൈ 25. 100 ഡിവൈഡഡ് ബൈ 20 +25. 100 ഡിവൈഡഡ് 25 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു 4 ഡയോപ്റ്റർ. അതാണ് ആ പ്രോബ്ലത്തിന്റെ ഉത്തരം. യു ക്യാൻ ഗസ് ദാറ്റ് ദ +2 ഡയോപ്റ്റർ in the prescription stands for what is its focal length, what kind of lens is it. Focal length +2 diopter ആണ് പവർ ചെയ്തേക്കണേ. അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കുന്ന ചോദ്യം. പവർ ഈസ് ഈക്വൽ ടു 1/f, then f ഈസ് ഈക്വൽ ടു 1/p. അപ്പൊ f ഈസ് ഈക്വൽ ടു 1/2. ഇവിടെ 1/2 മീറ്റർ ആണ്. അപ്പൊ f ഈസ് ഈക്വൽ ടു 1 എഴുതാം 50 സെന്റിമീറ്റർ. പിന്നെ പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, അപ്പൊ ഇതും പോസിറ്റീവ് ആണ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ ലെൻസ് ഏതാ? കോൺവെക്സ് ആണ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ ലെൻസ് കോൺവെക്സ്. ഇനി അടുത്തത് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ ആണ്. അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷനിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ വേരിയേഷൻ. നമ്മുടെ പ്രത്യേകിച്ചും ടിംഗ്ലിംഗ്, അവിടെ സ്റ്റാർ നക്ഷത്രങ്ങളുടെ തിളക്കത്തിനുള്ള കാരണം മിന്നാനുള്ള കാരണം ഈ റിഫ്രാക്ഷൻ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു LED ചുമരുമേ കത്തിച്ചു വെക്കുന്നു. അതിനുശേഷം അതിന്റെ ആ ചുമരിനോട് ചേർന്ന് ഒരു അയൺ ബോക്സ് ചൂടാക്കി ഇങ്ങനെ വെക്കുന്നു. ഇത് അയൺ ബോക്സ് എന്ന് വിചാരിച്ചു. അപ്പൊ അയൺ ബോക്സ് ചൂടാക്കി ആ ഭാഗം ഉയർത്തി വെച്ച് ഈ ഭാഗത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ ഇവിടുത്തെ വായു ചൂട് പിടിച്ച് അയൺ ബോക്സിനോട് ചേർന്ന ഭാഗത്ത് കൂടുതൽ ചൂടാവും, മറ്റത് ചൂട് കുറഞ്ഞു വരും. അപ്പൊ ടെമ്പറേച്ചർ വേരിയേഷനുള്ള പാളികളായിട്ട് ലെയറായിട്ടാണ് ഈ ഭാഗം വരിക. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ, പ്രകാശ സാന്ദ്രതയിൽ, ഈ ഊഷ്മാവിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതിന്റെ പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാക്കും. അതിനാൽ അവിടെ എന്ത് സംഭവിക്കും? അപവർത്തനം സംഭവിച്ചിട്ടാണ് ഇവിടെ നിന്ന് നോക്കുന്ന ആളുടെ കണ്ണിലേക്ക് എത്തുക. അപ്പൊ അയാൾക്ക് അത് തിളങ്ങുന്നതായിട്ട് തോന്നും. എന്താ കാരണം? ഇതേ പ്രതിഭാസം തന്നെയാണ് നക്ഷത്രം തിളങ്ങുന്നതിനുള്ള കാരണം. നക്ഷത്രം നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന്, നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം വരുന്നത് ടെമ്പറേച്ചർ, ഊഷ്മാവില് വ്യത്യാസമുള്ള പാളികളായിട്ടുള്ള ലെയർ ആയിട്ടുള്ള വായുവിലൂടെയാണ് എന്ത് വരുന്നത്?
പ്രകാശം സഞ്ചരിച്ചു വരുന്നത്. അപ്പൊ ആ ടെമ്പറേച്ചർ വേരിയേഷൻ, ഊഷ്മാവിലുണ്ടാകുന്ന വ്യത്യാസം മൂലം അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറിയ എന്ത് സംഭവിക്കും? അത് പല തരത്തിലുള്ള മീഡിയം മാതിരിയാണ് പ്രവർത്തിക്കുക. അപ്പോ ശരിയായ നക്ഷത്രത്തിൽ നിന്നും ഇവിടെ നോക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു പ്രകാശകിരണം അയാളുടെ കണ്ണിലേക്ക് എത്തും. അതുകൂടാതെ ഈ പ്രകാശകിരണം പല രീതിയിൽ അപവർത്തനം സംഭവിച്ച് വേറെ ദിശയിൽ നിന്നും അയാളുടെ ഇതേ നക്ഷത്രത്തിന്റെ തന്നെ പ്രകാശം വേറെ ദിശയിൽ നിന്നും അയാളുടെ കണ്ണിലേക്ക് എത്തും. അപ്പൊ ഇതേ നക്ഷത്രത്തിന്റെ പ്രകാശം തന്നെയാണ് വേറെ ദിശയിൽ നിന്ന് വന്നാൽ എപ്പോഴും ഏത് ദിശയിലാണോ കാണുന്നത് ആ ദിശയില് അവിടെയാണ് നമ്മൾ വസ്തുവിനെ കാണുക. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതേ നക്ഷത്രത്തിന് ഇവിടെ തൊട്ട് പിന്നാലെ ഇവിടെയും കാണും. അപ്പൊ ഇതിങ്ങനെ മിന്നണതായിട്ട് അതിന് ഇവിടെ കാണും. അപ്പൊ ഇത് മിന്നണതായിട്ട് തോന്നും. അതാണ് അവിടെ ഓർക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ലെറ്റസ് അസസിലേക്ക് പോവാം. അപ്പൊ അത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, പഠിക്കണം. എങ്ങാനും ചോദിച്ചു എന്ന് വരും. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതോടെ ഈ ചാപ്റ്റർ തീർന്നു. ഇതിൽ ചിത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രോബ്ലം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചെയ്ത് പഠിക്കണം. ഇനി ലെറ്റസ് അസസ് നമ്മൾ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കോൺഫിഡൻസ് എല്ലാവർക്കും കിട്ടും. അടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ലെറ്റസ് അസസ് ആണ്. ഡിഫറെന്റ് മെറ്റീരിയൽസ് ആർ ഗിവൺ, ഫൈൻഡ് ഔട്ട് ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് പാസസ് വിത്ത് മാക്സിമം സ്പീഡ്. അപ്പോൾ സ്പീഡ് വേഗത കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കുറവായിരിക്കണം. അപ്പോൾ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ മീഡിയം 1.33 ആയിട്ടുള്ള വാട്ടർ ആണ്, ജലമാണ്. അപ്പോൾ ഉത്തരം. ഇനി ദ നേച്ചർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ 2 ലെൻസസ് ആർ ഗിവൺ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചോദ്യം. 2 ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങളുടെ സ്വഭാവമാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ്. ഇറക്റ്റ് നിവർന്നതായിരിക്കണം, മാഗ്നിഫൈഡ് വലുപ്പം ഉയരം കൂടിയതായിരിക്കണം, ആൻഡ് വെർച്വൽ മിഥ്യയായിരിക്കണം. അപ്പൊ നമ്മള് മിഥ്യാ പ്രതിബിംബം ലെൻസിന്റെ കേസിൽ 2 ദിക്കിലാണ് കണ്ടത്. ഒന്ന് കോൺവെക്സില് പ്രിൻസിപ്പൽ ഫോക്കസിനും ഒപ്റ്റിക് സെന്റർ പ്രകാശക കേന്ദ്രത്തിനും ഇടയിൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് മിഥ്യാപ്രതിബിംബം കിട്ടിയത്. ആ മിഥ്യാപ്രതിബിംബമാണ് വലുതായിട്ടുള്ളത്. വസ്തുവിനേക്കാൾ ഉയരം കൂടിയ മിഥ്യാപ്രതിബിംബം അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഉത്തരം കോൺവെക്സ് ലെൻസ് ആണ്. ആ 2 മാറ്റം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നേരെ ഒരു ആൻ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് വെർച്വൽ ഇമേജ്. നേരെ മറിച്ച് കോൺകേവ് ലെൻസിന്റെ കേസിൽ ഒറ്റ ചിത്രമേ വരയ്ക്കാളൂ. വസ്തുവിനെ എവിടെ വച്ചാലും ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം ഒരുപോലെയാണ്. ആ ഉണ്ടായ പ്രതിബിംബം എങ്ങനെയായിരുന്നു? ഇറക്റ്റ് നിവർന്നതായിരുന്നു, മിഥ്യയായിരുന്നു, ചെറുതായിരുന്നു. അപ്പോ അടുത്ത രണ്ടാമത്തെ ഉത്തരം എത്രയാ? കോൺകേവ്. ഇനി വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് യൂസ്ഡ് ഇൻ ഈച്ച് കേസ്, അതാണ് നമ്മൾ പറഞ്ഞു. ഇനി ബൈ യൂസിങ് വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് വിൽ ഗെറ്റ് ആൻ ഇമേജ് ഹാവിംഗ് ദ സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്ട്. വസ്തുവിന്റെ അതേ ഉയരമുള്ള വലുപ്പമുള്ള പ്രതിബിംബം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഏത് ലെൻസ് ഉപയോഗിക്കണം? നമ്മൾ കണ്ടതാണ് കോൺവെക്സിന്റെ കേസിലാണ്. അപ്പൊ എവിടെ വസ്തുവിനെ വയ്ക്കുമ്പോഴാണ്? 2F-ൽ at 2F. അതും ചോദിച്ചിട്ടുണ്ട്. 2F-ൽ വയ്ക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. MN പ്രസൻസ് എ ലെൻസ്. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അറിയാം ലെൻസ് ഏതാണെന്ന്. കാരണം മറുവശത്ത് F കൂടെ പോവുകയാണ്. അപ്പൊ അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ പ്രതിബിംബ രൂപീകരണം ബിറ്റ്വീൻ F and 2F ആണ്. 2F-നും F-നും ഇടയിലുള്ള ചിത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതിനാൽ ആ ചിത്രം നോക്കി വരച്ചാൽ മതി. അതിന്റെ പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി. നമ്മൾ ടെക്സ്റ്റില് ബോർഡിൽ വരച്ചതാണ്, ടെക്സ്റ്റില് ഉള്ളതാണ്. അടുത്തത് വാട്ട് യു മീൻ ബൈ ദ പവർ ഓഫ് എ ലെൻസ്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഇസ് ദ SI യൂണിറ്റ്? ഡയോപ്റ്റർ. അതും ഡയറക്റ്റ് ആണ്. കാൽക്കുലേറ്റ് പവർ ഓഫ് കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ. കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആവുമ്പോൾ F is equal to -25 സെന്റിമീറ്റർ. -25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? -25 ഡിവൈഡഡ് ബൈ 100. ഈ കേസിൽ പോസിറ്റീവ് മാറി എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അത്രയേ ഉള്ളൂ. ടെക്സ്റ്റിൽ ചെയ്ത പ്രോബ്ലത്തില് പോസിറ്റീവ് മാറ്റി നെഗറ്റീവ് ആക്കണം. അപ്പൊ നമുക്ക് -4 ഡയോപ്റ്റർ എന്ന് ഉത്തരം കിട്ടും. -4 ഡയോപ്റ്റർ എന്ന് ഉത്തരം കിട്ടും, കോൺകേവ് ആയ കാരണം. അടുത്ത ചോദ്യം. ഒബ്സർവ് ദ ഫിഗർ. ലൈറ്റ് ഫാളിംഗ് ഓൺ 2 ഡിഫറെന്റ് മീഡിയ ആർ ഷോൺ.
അപ്പൊ മീഡിയം ഏതാന്ന് പറഞ്ഞിട്ടില്ല, മീഡിയം 1 മീഡിയം 2 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഓർക്കേണ്ടത് ഒന്നാമത്തെ 2 ചിത്രത്തിലെയും ഇൻസിഡന്റ് റേ പതന കോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതന കോൺ സെയിം ആണ്, 40 ഡിഗ്രിയാണ്. പക്ഷെ അപവർത്തന കോൺ റിഫ്രാക്റ്റഡ് റേ അതായത് മീഡിയം 1ലുള്ള മീഡിയം 1ലും മീഡിയം 2ലും ഉള്ള കോൺ അളവ് വ്യത്യസ്തമാണ്. മീഡിയം 1ല് നോർമലിനോട് അടുത്ത് 20 ഡിഗ്രി ഉള്ളൂ, മീഡിയം 2ലോ നോർമലിൽ നിന്ന് കുറച്ചുകൂടി അകന്നു 30 ഡിഗ്രി ഉണ്ട്. എന്ന് പറഞ്ഞാൽ മീഡിയം 2ല് നോർമലിൽ നിന്നും ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമലിൽ നിന്നും അകന്നു പോകുകയാണ്. ഫസ്റ്റ് ഒന്നാമത്തെ ചിത്രമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് നോർമലിൽ നിന്നും അകന്നു പോകുകയാണ്. അതിനാൽ മീഡിയം 2 എന്നുള്ളത് മീഡിയം 1നേക്കാൾ രണ്ടാമത്തെ മാധ്യമം ഒന്നാമത്തെ മാധ്യമത്തിനേക്കാൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ് എന്ന് തീരുമാനിക്കാം. കാരണം അവിടെയാണ് കൂടുതൽ ലംബത്തിൽ നിന്നും അകലുന്നത്. വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ മീഡിയമാണ്, മീഡിയം 1 ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത്, പ്രകാശ സാന്ദ്രത കൂടിയത്. വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒരുപോലെ മാധ്യമത്തിന്റെ ഒരുപോലെയുള്ള സ്വഭാവം കാണിക്കുന്ന പദങ്ങളാണ്. അതിനാൽ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശ സാന്ദ്രത കൂടിയ ദിക്കില് അപവർത്തനാങ്കം കൂടുതലായിരിക്കും, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അതായത് ഉത്തരം മീഡിയം 1 എന്ന് തന്നെയാണ് ഉത്തരം. ഇനി an object of height 3 cm is placed in front of a convex lens of focal length 20 cm at a distance of 30 cm. What is the distance to the image formed? An object. Okay, പ്രോബ്ലം ആണ്, നമുക്കത് ചെയ്യണം. പ്രോബ്ലം ഇത്തരത്തിലുള്ള പ്രോബ്ലം പരീക്ഷയ്ക്ക് കിട്ടുമ്പോൾ ഇത് നമുക്ക് പ്രശ്നമില്ല. ഇവിടെ നമുക്ക് ലെൻസ് ആണ് ഈ പാഠം എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ചെയ്യുന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മിറർ ആണോ ലെൻസ് ആണോ എന്ന് ആദ്യം നോക്കണം. അതിനുശേഷം കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കണം. എന്നിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് കടക്കാൻ, എന്നിട്ട് വേണം സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ. പ്രത്യേകം ഓർക്ക്, അത് വീണ്ടും നമുക്ക് പറയാൻ സമയം ഇല്ല. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ നോക്കുകയാണ്. ആൻ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ, HO തന്നിട്ടുണ്ട്. HO ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ എന്ന് എഴുതി. ഇനി ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20. കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, പ്ലസ് 20 സെന്റിമീറ്റർ. കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് പ്ലസ് 20 at a distance of 30 centimeter. U എത്രയാ? U 30 സെന്റിമീറ്റർ. ഏത് കേസിലായാലും U നെഗറ്റീവ് ആണ്, കാരണം കോൺവെക്സ് ലെൻസ്. സംശയമുള്ളവർക്ക് ചിത്രം വരച്ചു വയ്ക്കാം. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു, ഒബ്ജക്റ്റിലേക്കുള്ള അകലം നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ്. ഇനി ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ്? V ആണ് ചോദിച്ചിട്ടുണ്ട്. ഇനി വാല്യൂ അപ്ലൈ ചെയ്യേണ്ടു. V is equal to V, നമ്മൾ ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്യുന്നുണ്ട്. V is equal to UF by U plus F. UF by U plus F എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 30 ഇൻറ്റു പോസിറ്റീവ് 20 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 30 പ്ലസ് പോസിറ്റീവ് 20. അപ്പൊ എത്ര കിട്ടും? 60 ആണ് കിട്ടുന്നത്. 60 സെന്റിമീറ്റർ. നെഗറ്റീവ് 30 പ്ലസ് സംശയമുള്ളവർക്ക് നെഗറ്റീവ് 30 ഇൻറ്റു പോസിറ്റീവ് 20 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 30 പ്ലസ് നെഗറ്റീവ് പോസിറ്റീവ് 20. എന്ത് വേണം? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ നെഗറ്റീവ് 10. ഇവിടെ നെഗറ്റീവ് 30 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, അല്ലെങ്കിൽ നെഗറ്റീവ് 10 2 ടൈംസ് പോവും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നെഗറ്റീവ് 600 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 10. അപ്പൊ പോസിറ്റീവ് 60 സെന്റിമീറ്റർ. പോസിറ്റീവ് 60 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ ആണ് ഉത്തരം. അപ്പൊ മറുവശത്താണ് ഉണ്ടാവുന്നത്, പോസിറ്റീവ് ആണ്, മറുവശത്താണ് ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ തീരുമാനിക്കാം റിയൽ ആണ്. റിയൽ ആണെങ്കിൽ എന്താ? ഇൻവേർട്ടഡ് ആണ്. അതുമാതിരി എൻലാർജ്ഡ് ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, എൻലാർജ്ഡ്. വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ ഇമേജ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടതിന് ശേഷം എഴുതാം, അല്ലെങ്കിലും പറയാൻ പറ്റും നമുക്ക്. ഇല്ല, കാരണം U 30 സെന്റിമീറ്റർ ആണ്, അല്ല F എത്രയാ? 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2F എത്രയാ? 40 സെന്റിമീറ്റർ ആണ്. അപ്പോ
എഫ് 20 സെന്റിമീറ്റർ, 2F അപ്പോ 40 സെന്റിമീറ്റർ. അപ്പൊ വസ്തു വെച്ചിരുന്നത് 30 സെന്റിമീറ്റർ. എന്ന് പറഞ്ഞാൽ എഫിനും 2F ഇടയില. എഫിനും 2F ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് 2F കിട്ടണം. ബിയോണ്ട് 2F കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 സെന്റിമീറ്ററിന്റെ അപ്പുറത്തായിരിക്കും പ്രതിബിംബം. 60 ആണ്, ശരിയാണ്. ബിയോണ്ട് 2F അപ്പുറത്തുണ്ടാകുന്ന പ്രതിബിംബം എൻലാർജഡ് ആണ്. നമുക്കറിയാം, ചിത്രം വരച്ച് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ എഴുതാം. അല്ലാതെ അടുത്ത ചോദ്യം ആൻസർ ചെയ്തിട്ട് എഴുതാം. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹൈറ്റ് കാണണമെങ്കിൽ ആദ്യം HO തന്നിട്ടുണ്ട്, പക്ഷെ HI ആണ് കാണുന്നത്. പക്ഷെ നമുക്ക് മാഗ്നിഫിക്കേഷന് 2 ഫോർമുലയുണ്ട്. ഈ 2 ഫോർമുലയും ഉപയോഗിച്ചുള്ള പ്രോബ്ലം എപ്പോഴും ചോദിക്കും. M = V/U. ഇവിടെ നെഗറ്റീവ് വേണ്ട, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ V/U എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഫോർമുലയിൽ നെഗറ്റീവ് വേണ്ട. മറ്റേടത്ത് +60 ഡിവൈഡഡ് ബൈ ഈ നെഗറ്റീവ് വേണം. -30 = -2. യൂണിറ്റ് ഒന്നുമില്ല, വെറും -2 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ -2 ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ, ആവർത്തനം. ഇതേ മാഗ്നിഫിക്കേഷൻ തന്നെ വേറെ ഫോർമുല ഉപയോഗിച്ച് കാണാം. M = HI/HO എന്ന് പറയുന്നത് അർത്ഥം 2, -2. -2 = HI/HO. അതിൽ HO തന്നുണ്ട്. അപ്പൊ -2 = HI divided by 3 or HI is equal to 3 into -2, 2 into 3 which is equal to -6 centimeter. അപ്പൊ എത്രയാ? 3 ആയിരുന്നു, ഇത് 6 ആണ്. അപ്പോഴും നമുക്ക് എൻലാർജഡ് ആണെന്ന് എഴുതാം. നല്ല പ്രോബ്ലം ആണ്, ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ദ ടേബിൾ, ഓക്കെ, അവിടെ മീഡിയവും മാധ്യമവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കവും കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ടേബിൾ മീഡിയം ഓഫ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. അപ്പോൾ ഹയസ്റ്റ് ആൻഡ്, അതായത് പ്രകാശ സാന്ദ്രത കൂടിയതും കുറഞ്ഞതുമായ മാധ്യമം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതിൽ പ്രകാശ സാന്ദ്രതയും കുറവ്. അപ്പോൾ മറ്റേ ഹയസ്റ്റ് ഏത് കിട്ടും? ഡയമണ്ട് ആയിരിക്കും. പിന്നെ ലോവസ്റ്റ് എയർ ആണ്. ഇനി ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 into 10⁸ meter per second, what will be the speed of light through kerosene? നമുക്കറിയാം, നമ്മള് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതുമായിട്ടൊരു പ്രോബ്ലം ടെക്സ്റ്റിലുണ്ട്, തന്നെ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. C/V. N = C/V. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ പ്രവേഗം ശൂന്യതയിലെ അല്ലെങ്കിൽ എയറിലെ C/V. അപ്പൊ കെറസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് 1.44. 1.44 = C/V. That means 1.44 = 3 into 10⁸ അത് തന്നിട്ടുണ്ടല്ലോ. 3 into C യുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കാണാം? V കാണാം. V കാണുന്ന വെച്ച് കഴിഞ്ഞാൽ V into 1.44 = 3 into 10⁸ വരും. അപ്പൊ V = 3 into 10⁸ divided by 1.44. അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി if the speed of light in air is 3 പറഞ്ഞു. ഇനി will a ray of light deviate towards the normal or away from the normal when it enters from air to diamond? From air to diamond obliquely, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെരിഞ്ഞ് ഡയമണ്ടിലേക്കാണ് കിടക്കുന്നത്. ഡയമണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ്. സ്വാഭാവികമായിട്ട് എന്താ? ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ നോർമൽ. നോർമലിന് അടുക്കും, ലംബത്തിനോട് അടുക്കും. ഇനി അടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം. ഡയമണ്ടിന്റെ അപവർത്തനാങ്കം വജ്രത്തിന്റെ 2.42 ആണ്. what do you mean by this? എന്താ? what do you mean by this? 2.42 C/V. C/V is equal to 2.42. C/V is equal to 2.42. ഇവിടെ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, വജ്രത്തിന്റെ വെലോസിറ്റി ഓഫ് ഡയമണ്ട്. C is equal to 2.42 into വെലോസിറ്റി ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശൂന്യതയിലെ പ്രകാശത്തിന്റെ പ്രവേഗം വജ്രത്തിന്റെ പ്രവേഗത്തിന്റെ 2.42 times ആണ്. The velocity of light in vacuum is 2.42 times than the velocity of light in diamond. വജ്രത്തിലെ പ്രവേഗത്തിന്റെ 2.42 മടങ്ങാണ്
ശൂന്യതയിലെ പ്രകാശത്തിന്റെ പ്രവേഗം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. നമ്മൾ കെറസിനിലെ കണ്ട മാതിരി, കെറസിനിലെ കേസിൽ ചെയ്ത മാതിരി തന്നെ ഇവിടെ ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് C/V, ഡയമണ്ടിന്റെ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം C/V, അതിലെ 2.42 ആണ് ഡയമണ്ടിന്റെ വജ്രത്തിന്റെ, ഈസ് ഈക്വൽ ടു C/V. നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഡയമണ്ടിലല്ലേ. അപ്പൊ ഡയമണ്ടിനെ കാണാൻ എന്ത് വേണം? നമ്മൾ നേരത്തെ ചെയ്യുന്നത് V ഈസ് ഈക്വൽ ടു C എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ് നമുക്ക് അറിഞ്ഞിരിക്കണം, ഡിവൈഡഡ് ബൈ 2.42. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അത് ചെയ്ത് പഠിക്കുക. നല്ല പ്രോബ്ലംസ് 1-2 ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇനി കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ആത്മവിശ്വാസം വരും. പരീക്ഷയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ.